വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ PSC ഇൻ ടെക്സ്റ്റ് ബുക്ക് ക്രാക്കർ സീരീസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് 9ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് മീഡിയം ഹിസ്റ്ററി ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ക്ലാസ്സാണ്. നമുക്കിനി രണ്ട് ടോപ്പിക്കും കൂടെ ഉള്ളൂ അല്ലേ. നമ്മൾ ഓരോ സാമ്രാജ്യവും ഓരോ ക്ലാസ്സായിട്ട് എടുത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്ലേലിസ്റ്റിൽ നോക്കിയിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മളത് ക്ലാസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഹിസ്റ്ററിയുടെ ഇതുവരെയുള്ള ക്ലാസ് ഞാനൊന്ന് മെൻഷൻ ചെയ്തേക്കാം. ഏതെങ്കിലും ക്ലാസ് കാണാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് കാണുക. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഓരോ എംപയറും സമയമെടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നോട്ട്സ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് അറിയാമോ, ഒരു 3 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഈ ഒരു ചാപ്റ്ററിൽ കളക്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി എന്ത് ചെയ്യാം, ഞാൻ ഈ ഒരു ക്ലാസ് ലാസ്റ്റായിട്ട് നമുക്ക് അതും കൂടി ഒന്ന് ഇടാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ക്ലാസ് ഇതുവരെ എല്ലാ വീഡിയോസും കണ്ടവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് കിട്ടിക്കാണും. അപ്പോൾ ഓരോ പോർഷനും ഞാൻ എടുക്കുന്ന സമയത്ത് ഓരോന്ന് മെൻഷൻ ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ അതിൻ്റെ ആൻസേഴ്സ്. അപ്പോൾ ഞാൻ എന്തായാലും ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് പറയുന്ന സമയത്ത് നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, അതിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇന്നത്തെ ക്ലാസ്സുകൾ. നമ്മൾ ഓൾറെഡി പറഞ്ഞ ഏതൊക്കെയാണ്, മിഡീവൽ അമേരിക്കയും അതുപോലെ തന്നെ ഡിക്ലൈൻ ഓഫ് ഫ്യൂഡലിസവുമാണ് നമുക്കിനി എടുക്കാനുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം, ചെറിയ ടോപ്പിക്ക് രണ്ടും കേട്ടോ. മിഡീവൽ അമേരിക്ക, മധ്യകാല അമേരിക്ക. നമ്മൾ ഈ ചാപ്റ്ററിൽ എന്താ പഠിക്കുന്നത് തന്നെ, മധ്യകാല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിലനിന്നിരുന്ന സാമ്രാജ്യം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ നോക്കിയാട്ടെ, ഫ്രം ആൻഷ്യൻ്റ് ടൈം ഓൺവേർഡ്സ് ഇൻഡിജീനിയസ് സിവിലൈസേഷൻ പ്രൊവൈഡ് ഇൻ ബോത്ത് നോർത്ത് ആൻഡ് സൗത്ത് അമേരിക്ക. അതായത് വടക്കേ അമേരിക്കയിലും തെക്കേ അമേരിക്കയിലും പണ്ടുകാലം മുതൽ തന്നെ, പുരാതന കാലം മുതൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ തനതായ സംസ്കാരങ്ങൾ, ഇൻഡിജീനിയസ് സിവിലൈസേഷൻസ് എന്ത് ചെയ്തിരുന്നു, നിലനിന്നിരുന്നു. These civilization continue to exist in the medieval period also. ഇത് എന്ത് ചെയ്യുന്നു, മധ്യകാലഘട്ടത്തിലും ഈ സംസ്കാരങ്ങൾ എന്ത് ചെയ്തിരുന്നു, കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നു. The administrative systems in these regions were purely indigenous. അതായത് ഇവിടുത്തെ ഭരണരീതികളും എന്ത് തന്നെയായിരുന്നു, തദ്ദേശീയമായിട്ട്, അതായത് ഓരോ സ്ഥലത്തിൻ്റേതായിട്ടുള്ളതായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ മിഡീവൽ അമേരിക്കയിൽ ജസ്റ്റ് വലിയ പോയിന്റ് ഒന്നുമില്ല, പക്ഷേ നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ അമേരിക്കൻ സിവിലൈസേഷൻസ് എന്തൊക്കെയാണ്, സത്യത്തിൽ ഇത് നോർത്ത് അമേരിക്കയും സൗത്ത് അമേരിക്കയും സിവിലൈസേഷൻസ് സെപ്പറേറ്റ് ആണ്. നോർത്ത് അമേരിക്കയുടെ ആണ് ആദ്യം മിസിസിപ്പി, അതുപോലെ തന്നെ കരീബിയൻ, മെഗല്ലൻ, പടയൻ എന്നൊക്കെ കൊടുത്തിട്ടുള്ളത് എന്താ, നോർത്ത് അമേരിക്കൻ സിവിലൈസേഷൻസ് ആണ്. പക്ഷേ നിങ്ങൾക്ക് അമേരിക്കൻ സിവിലൈസേഷനെ ചോദിച്ചിട്ടുള്ള എക്സാമിന് ഒരു ക്വസ്റ്റ്യനും ഇതിനകത്തുനിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ പറയാം. അടുത്തത് മായൻ, ഇൻക, ആസ്ടെക്, ടോൾടെക്. ഇതൊക്കെ സത്യത്തിൽ സൗത്ത് അമേരിക്കൻ സിവിലൈസേഷൻസ് ആണ്, നിങ്ങൾക്ക് ഒന്നിച്ചാണ് തന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് മായൻ തന്നിട്ട് ബാക്കി ഇൻഡിജീനിയസ് സിവിലൈസേഷൻസ് ഏതൊക്കെ എന്ന് എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് പഠിച്ചു വെക്കുക, മായൻ, ഇൻക, ആസ്ടെക്, ടോൾടെക്. ഇതൊക്കെ സൗത്ത് അമേരിക്കൻ സിവിലൈസേഷൻസ് ആണ്. ബാക്കി കൊടുത്തിട്ടുള്ളത് നോർത്ത് അമേരിക്കൻ സിവിലൈസേഷൻസ് ആണ്. ഏതൊക്കെയാ, മിസിസിപ്പി, കരീബിയൻ, മെഗല്ലൻ, പടയൻ കേട്ടോ. In their quest for establishing colonies, the Europeans reached America in the 16th century. അതായത് കോളനികൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് പുതിയ സ്ഥലങ്ങൾ, നമ്മൾ പറഞ്ഞു വ്യവസായ വിപ്ലവത്തിന് ഫലമായിട്ട് ഒരുപാട് വസ്തുക്കളൊക്കെ പ്രൊഡ്യൂസ് ചെയ്തു, അതായത് അവർ നിർമ്മിച്ചു. അപ്പോൾ എന്ത് ചെയ്യണം, ഇത് വിൽക്കണം എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി. അതിന് വേണ്ടിയിട്ട് പുതിയ സ്ഥലങ്ങൾ അന്വേഷിച്ചിട്ട് ഇറങ്ങാം. അപ്പോൾ ഈ കോളനികൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് പുതിയ സ്ഥലങ്ങൾ ഇറങ്ങിയ യൂറോപ്യന്മാർ എന്നാണ് അമേരിക്കയിലെത്തിയത്, 16ാം നൂറ്റാണ്ടോടെ 16th സെഞ്ച്വറിയിലാണ് യൂറോപ്യൻസ് അമേരിക്കയിൽ എത്തിയത്. ഇൻ ദ ക്വസ്റ്റ് ഫോർ എസ്റ്റാബ്ലിഷിംഗ് കോളനീസ് ദ യൂറോപ്യൻസ് റീച്ച്ഡ് അമേരിക്ക ഇൻ ദ 16th century. They destroyed the native cultures and started plantations and mines there. അവരെന്ത് ചെയ്തു, അമേരിക്കയിൽ നമ്മൾ പറഞ്ഞു ഇൻഡിജീനിയസ് സിവിലൈസേഷൻസ് പണ്ട് മുതലേ ഉണ്ട്, അതൊക്കെ എന്ത് ചെയ്തു, നശിപ്പിച്ചിട്ട് അവർ തോട്ടങ്ങളും ഖനികളും മൈൻസും പ്ലാന്റേഷൻസും ഒക്കെ എന്ത് ചെയ്തു, നിർമ്മിച്ചു. The Negroes of Africa were brought to America as slaves to work in these places. കണ്ടോ, എവിടുന്ന്, ആഫ്രിക്കയിൽ നിന്ന് നീഗ്രോസിനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് എന്ത് ചെയ്തു, ഇവിടെയൊക്കെ ഇപ്പം പ്ലാന്റേഷൻസും മൈൻസും ഒക്കെ നിർമ്മിച്ചിട്ടുണ്ട്. എന്നിട്ട് അവിടെ ആഫ്രിക്കയിൽ നിന്നും നീഗ്രോസിനെ കൊണ്ടുവന്ന് അടിമകളാക്കിയിട്ടാണ് ഇവിടെ എല്ലാം എന്ത് ചെയ്തിരുന്നത്, പണി ഓരോന്നും അവർ ചെയ്യിപ്പിച്ചത് കേട്ടോ. The natives were subjected to genocide. വംശഹത്യയ്ക്ക് വിധേയരാക്കിയിരുന്നു. അതായത് ഒരു കൂട്ടം ആളുകളെ എന്ത് ചെയ്യുക, കൊന്നൊടുക്കുക.
കേട്ടോ. അപ്പോൾ അവിടുത്തെ ഉള്ള ആളുകളെ എന്ത് ചെയ്യുക, ഇല്ലാതാക്കുക, അവരുടെ കൾച്ചറെല്ലാം നശിപ്പിച്ചു. എന്നിട്ട് പ്ലാന്റേഷൻസും അതുപോലെ തന്നെ മൈൻസ് സ്ഥാപിച്ചു. ആഫ്രിക്കയിൽ നിന്ന് നീഗ്രോസിനെ കൊണ്ടുവന്ന് യൂറോപ്യൻസ് എന്ത് ചെയ്തു, അവിടെ അടിമകളെ പോലെ പണിയെടുപ്പിച്ചു. അപ്പോൾ ഇതാണ് മധ്യകാല അമേരിക്ക, മിഡീവൽ അമേരിക്കയായിട്ട് ബന്ധപ്പെട്ട പോയിന്റ്സ്. ഇതിനകത്ത് ഈ പറഞ്ഞ മായൻ, ഇൻക, ആസ്ടെക്, ടോൾടെക് അതിൻ്റെയൊക്കെ പേരുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെക്കുക. പിന്നീട് ഇവിടെ മായൻ കലണ്ടറിനെ കുറിച്ചും അതുപോലെ തന്നെ ക്രുസൈഡ്സിനെ കുറിച്ചുമാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് മായൻ കലണ്ടർ ഇത്രയേ ഉള്ളൂ. ഇവിടെ നമ്മൾ പറഞ്ഞു തദ്ദേശീയ, അത് ഇൻഡിജീനിയസ് സിവിലൈസേഷനിൽ ഒന്ന് മായനാണ്. അപ്പോൾ അവരുടെ കലണ്ടറിനെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. ഈ രസകരമായിട്ടുള്ള കാര്യമാണ്. 365 ഡേയ്സ് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത 20 ദിവസം വീതമുള്ള 18 മാസങ്ങളുണ്ട്. അതായത് ഒരു മാസം 20 ദിവസമേ ഉള്ളൂ. അപ്പോൾ 18 ഗുണം 20 360 അല്ലേ. ബാക്കി 5 അവർ എന്ത് ചെയ്തിരുന്നു, ഫെസ്റ്റിവൽസ്, ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ മാറ്റി വെച്ചിരുന്നു. മനസ്സിലായോ? അതാണ് മായൻ കലണ്ടറിനെ കുറിച്ച് അവിടെ പറയുന്നത്. പിന്നെ ക്രൂസൈഡ്സിനെ കുറിച്ച് കുരിശു യുദ്ധങ്ങൾ എന്നറിയപ്പെടുന്നത് കേട്ടോ. അത് ക്രൂസൈഡ്സ് വേർ ദ വാർസ് ഫോട്ട് ബിറ്റ്വീൻ വെസ്റ്റേൺ യൂറോപ്പ് ആൻഡ് ദ തുർക്സ് ഫ്രം ദ 11th to the 13th സെഞ്ചുറി. അതായത് 11 മുതൽ 13-ാം നൂറ്റാണ്ട് വരെ പടിഞ്ഞാറൻ യൂറോപ്പും തുർക്കികളും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് ഈ ക്രൂസൈഡ്സ് അല്ലെങ്കിൽ കുരിശു യുദ്ധങ്ങളെന്ന് പറയുന്നത് കേട്ടോ. അത് ഈ ഇസ്ലാം മതവും ക്രിസ്ത്യൻ മതവും ജൂത മതവും ഒക്കെ പുണ്യ നഗരമായിട്ട് കരുതുന്ന ജെറുസലേം പട്ടണം സ്വന്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മെയിനായിട്ടും ഈ ക്രൂസൈഡ്സ്, കുരിശു യുദ്ധങ്ങൾ നടന്നത്. ഇവിടെ പറയുന്നുണ്ട് ക്രൂസൈഡ്സ് വെർ കൺസിഡേർഡ് ആസ് വൺ ഓഫ് ദ മേജർ ഫാക്ടേഴ്സ് ഫോർ സ്പ്രെഡ് ഓഫ് ഈസ്റ്റേൺ കൾച്ചർ ഇൻ യൂറോപ്പ്. അതായത് യൂറോപ്പിൽ ഈസ്റ്റേൺ കൾച്ചർ സ്പ്രെഡ് ആവുന്നതിനുള്ളൊരു മെയിൻ റീസണ് ഈ പറഞ്ഞ ക്രൂസൈഡ്സ് ആയിരുന്നു, കുരിശു യുദ്ധങ്ങളായിരുന്നു കേട്ടോ. യൂറോപ്പിലെ പൗരസ്ത്യ സംസ്കാരം വ്യാപിക്കുന്നതിനുള്ളൊരു മെയിൻ കാരണം എന്താണ്, ഈ ക്രൂസൈഡ്സ് ആണ്, കുരിശു യുദ്ധങ്ങളാണ്. അപ്പം ആരൊക്കെ തമ്മിലാണ് ഇത് നടന്നിരുന്നതെന്നാണ് നമ്മൾ പറഞ്ഞത്. 11-ാം നൂറ്റാണ്ട് മുതൽ 13-ാം നൂറ്റാണ്ട് വരെ പടിഞ്ഞാറൻ യൂറോപ്പും തുർക്കികളും തമ്മിലാണ് ഈ ഒരു യുദ്ധം നടന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ജെറുസലേം പട്ടണത്തിന് അത് സ്വന്തമാക്കുന്നതിന് വേണ്ടിയിട്ട്. അതൊരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരുന്നാൽ മാത്രം മതി കേട്ടോ. ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്കാണ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ലാസ്റ്റ് ആണെന്ന് പറഞ്ഞ് അത് വിടരുത്, കാരണം എക്സാമിനൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എന്തായാലും നിങ്ങളത് അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ ഈ പറഞ്ഞ മായൻ കലണ്ടറും ക്രൂസൈഡ്സും ഒക്കെ എൻ്റെ അറിഞ്ഞിരുന്നാൽ മതി. അത് എക്സ്റ്റൻഡഡ് റീഡിങ്ങിനകത്തുള്ളതാണ് കേട്ടോ. അടുത്തത് ഡിക്ലൈൻ ഓഫ് ഫ്യൂഡലിസം ആണ്. ഫ്യൂഡലിസത്തിൻ്റെ പതനം. എന്താണ് ഈ ഫ്യൂഡലിസം? നമുക്ക് നോക്കാം. ദ സോഷ്യോ പൊളിറ്റിക്കൽ എക്കണോമിക് സിസ്റ്റം എക്സിസ്റ്റഡ് ഇൻ മിഡീവൽ യൂറോപ്പ് ബേസ്ഡ് ഓൺ ലാൻഡ് വാസ് നോൺ ആസ് ഫ്യൂഡലിസം. മധ്യകാല യൂറോപ്പിൽ നിലനിന്നിരുന്ന ഭൂമി കേന്ദ്രീകൃതമായ സാമൂഹ്യ രാഷ്ട്രീയ സാമ്പത്തിക വ്യവസ്ഥിതിയാണ് ഫ്യൂഡലിസം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. അതായത് ഭൂമിയാണ് അവിടെ മെയിനായിട്ടുള്ള കാര്യം കേട്ടോ. ദ സോഷ്യോ പൊളിറ്റിക്കൽ എക്കണോമിക് സിസ്റ്റം എക്സിസ്റ്റഡ് ഇൻ എവിടെ, മിഡീവൽ യൂറോപ്പ് ബേസ്ഡ് ഓൺ ലാൻഡ് വാസ് നോൺ ആസ് ഫ്യൂഡലിസം. കേട്ടോ, സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക വ്യവസ്ഥിതിയാണ് എന്തിനെ ബേസ് ചെയ്തുകൊണ്ട്, ലാൻഡിനെ ബേസ് ചെയ്തുകൊണ്ട്. എവിടെ നിലനിന്നിരുന്നതാണ്? മിഡീവൽ യൂറോപ്പിൽ, മധ്യകാല യൂറോപ്പിൽ. ഇതിനെയാണ് എന്തെന്നറിയപ്പെടുന്നത്, ഫ്യൂഡലിസം എന്ന് അറിയപ്പെടുന്നത്. From the 15th century onwards, feudalism began to decline in Europe. അതായത് 15-ാം നൂറ്റാണ്ടോട് കൂടിയിട്ട് യൂറോപ്പിൽ എന്ത് ചെയ്തു, ഈ ഫ്യൂഡലിസം എന്ത് ചെയ്യാൻ തുടങ്ങി, തകരാൻ തുടങ്ങി. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ റീസൺസ് ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ദ ഡിക്രീസ് ഇൻ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ ഡ്യൂ ടു ക്ലൈമാറ്റിക് ചേഞ്ച് ഈസ് വൺ ഓഫ് ദ റീസൺ ഫോർ ദ ഡിക്ലൈൻ ഓഫ് ഫ്യൂഡലിസം. റൈറ്റ് അതർ റീസൺസ്. ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെ കാരണങ്ങളാണ് ഈ ഫ്യൂഡലിസം തകർന്നു എന്ന് പറഞ്ഞു. 15-ാം നൂറ്റാണ്ടോട് കൂടിയിട്ട്, 15th സെഞ്ച്വറിയോട് കൂടിയിട്ട് മിഡീവൽ യൂറോപ്പിൽ എന്ത് ചെയ്തു, ഫ്യൂഡലിസം തകരാൻ തുടങ്ങി. ഇതിനുള്ള റീസൺസ്, കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് കേട്ടോ നമ്മൾ പറയാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചിരിക്കണം. ഓരോ പോയിൻ്റായിട്ടാണ് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ പോയിൻ്റ് എന്ത് ചെയ്യാം, ഒന്ന് വായിച്ചു വിടാം. അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ ഡിക്രീസ്ഡ് ഡ്യൂ ടു ക്ലൈമാറ്റിക് ചേഞ്ച്. അതായത് കാലാവസ്ഥയ്ക്കുള്ള കാരണങ്ങൾ, കാലാവസ്ഥയിലുള്ള വ്യതിയാനങ്ങൾ കാരണം എന്ത് ചെയ്യാൻ തുടങ്ങി, നമ്മൾ ഭൂമിയെ ബേസ് ചെയ്തുകൊണ്ടുള്ളതാണ്, ലാൻഡിനെ ബേസ് ചെയ്തുകൊണ്ടുള്ളതാണ് ഫ്യൂഡലിസം. അപ്പോൾ ഈ ഭൂമിയിൽ എന്ത് ചെയ്യും, കൃഷി ചെയ്യും. അപ്പോൾ അത് കാലാവസ്ഥാ വ്യതിയാനം കാരണം എന്ത് ചെയ്തു, കൃഷി നശിക്കാൻ തുടങ്ങി. അങ്ങനെ ഫ്യൂഡലിസം തകർന്നു. അതൊരു റീസൺ ആണ്. അടുത്ത രണ്ടാമത്തെ ഫെമൈൻ, ക്ഷാമമാണ്. അതായത് യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിലും പല രീതിയിലുള്ള ക്ഷാമങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. അതും ഈ ഫ്യൂഡലിസം തകരാനുള്ള ഒരു കാരണമാണ്. അടുത്ത പ്ലേഗ് ആൻഡ് ബ്ലാക്ക് ഡെത്ത്. നമുക്കറിയാം
ഇപ്പോൾ ഈ കൊറോണയുടെയൊക്കെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു 100 വർഷങ്ങൾ ഇടവിട്ട് നമ്മുടെ ലോകത്ത് ഇങ്ങനെയുള്ള ഡിസീസസ് ഉണ്ടാവാറുണ്ട്. അപ്പം ഒരുപാട് പ്രാവശ്യം ഈ പത്രങ്ങളിലൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ന്യൂസ് പേപ്പേഴ്സൊക്കെ വായിക്കണം കേട്ടോ. പ്ലേഗിനെയാണ് ബ്ലാക്ക് ഡെത്ത്, കറുത്ത മരണമെന്ന് അറിയപ്പെടുന്നത്. അതായത് അവിടുത്തെ അന്നുണ്ടായിരുന്ന ഒരു പോപ്പുലേഷൻ്റെ ഹാഫ് പോർഷനോളം എന്ത് ചെയ്തു, ഈ പ്ലേഗ് കാരണം ഇല്ലാണ്ടായി എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. അതും ഒരു റീസൺ ആണ്. ബ്ലാക്ക് ഡെത്ത് വൈപ്ഡ് ഓഫ് നിയർലി ഹാഫ് ഓഫ് ദ പോപ്പുലേഷൻ ഓഫ് യൂറോപ്പ്. അപ്പം പ്ലേഗിനെ തന്നെയാണ് ബ്ലാക്ക് ഡെത്ത് എന്ന് അറിയപ്പെടുന്നത്. ഇതൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതുപോലെ തന്നെ ക്രൂസൈഡ്സ്, യുദ്ധങ്ങൾ, നമ്മൾ ഓൾറെഡി ക്രൂസൈഡ്സ് കുറിച്ച് യുദ്ധങ്ങളെക്കുറിച്ച് പറഞ്ഞു. ക്രൂസൈഡ്സ് റെഡ്യൂസ് ദ പവർ ഓഫ് ലോഡ്സ്. ഈ ഭൂപ്രഭുക്കന്മാരുടെ, നമ്മൾ ലാൻഡിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഫ്യൂഡലിസം എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ലാൻഡ് ലോഡ്സിൻ്റെ പവർ ഈ ക്രൂസൈഡ്സ് കാരണം, കുരിശ് യുദ്ധങ്ങളൊക്കെ കാരണം എന്ത് ചെയ്തു, ഇല്ലാണ്ടായി. അതുപോലെ തന്നെ കിങ്സ് മോണോപോളി ഓഫ് ഗൺ പൗഡർ, അതായത് ദ മോണോപോളി ഓഫ് ഗൺ പൗഡർ എനേബിൾ ദ കിങ്സ് ടു സപ്രസ് ഫ്യൂഡൽ ലോഡ്സ്. അതായത് ഈ വെടിമരുന്നുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്തു, രാജാക്കന്മാർ ഈ പ്രഭുക്കന്മാരെ അമർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഈ വെടിമരുന്ന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നു. ഫ്യൂഡൽ പ്രഭുക്കന്മാരെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് വെടിമരുന്നിൻ്റെ നിയന്ത്രണാധികാരം രാജാക്കന്മാർ ഉപയോഗപ്പെടുത്തി. മനസ്സിലായോ? അപ്പോൾ അതാണ് ആ ഒരു പോയിന്റ്, കിങ്സ് മോണോപോളി ഓഫ് ഗൺ പൗഡർ എന്ന് പറയുന്നത്. അടുത്തത് പെസൻറ്റ് റിവോൾട്ടാണ്. അതായത് യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിലും കാർഷിക കലാപങ്ങളും യുദ്ധങ്ങളും ഒക്കെ എന്ത് ചെയ്തു, ഉണ്ടായി. ഇതും എന്ത് ചെയ്തു, ഫ്യൂഡൽ പ്രഭുക്കന്മാർക്കുള്ളൊരു തിരിച്ചടിയായിരുന്നു. അങ്ങനെ ഫ്യൂഡൽ പ്രഭുക്കന്മാർ ദുർബലരാകാനും അതുപോലെ തന്നെ ഇവർ ദുർബലരാകുമ്പം രാജാധികാരം എന്ത് ചെയ്യും, ശക്തിപ്പെടുകയും ചെയ്തു. പിന്നെ ലാസ്റ്റ് എമർജൻസ് ഓഫ് നേഷൻ സ്റ്റേറ്റ് ആണ്. ദേശരാഷ്ട്രങ്ങളുടെ ആവിർഭാവവും എന്ത് ചെയ്തു, നമ്മൾ പറഞ്ഞു ഒരുപാട് പെസൻറ്റ് റിവോൾട്ട്, കർഷക കലാപങ്ങളൊക്കെ ഉണ്ടായി, യുദ്ധങ്ങൾ ഒരുപാടൊക്കെ ഉണ്ടായി. പിന്നീട് ഇത് ഒരു ദേശരാഷ്ട്രങ്ങളുടെ രൂപീകരണത്തിലോട്ടൊക്കെ വഴിതെളിച്ചു. അങ്ങനെ മൊത്തത്തിൽ എന്ത് ചെയ്തു, ഈ ഫ്യൂഡൽ സിസ്റ്റം അങ്ങ് ഇല്ലാണ്ടാവുകയാണ് ചെയ്തത്. അപ്പം മെയിൻ റീസൺസ് ഇമ്പോർട്ടൻ്റ് ആണ്. അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ ഡിക്രീസ്ഡ് കൺസിഡറബിളി ഡ്യൂ ടു ക്ലൈമാറ്റിക് ചേഞ്ച്, ഫ്രീക്വൻറ്റ് ഒക്കറൻസ് ഓഫ് ഫെമൈൻസ് ഇൻ മെനി പാർട്സ് ഓഫ് യൂറോപ്പ്. നമുക്കറിയാം ബ്ലാക്ക് ഡെത്ത് റെഡ്യൂസ്ഡ് ഹാഫ് ഓഫ് ദി പോപ്പുലേഷൻ ഇൻ യൂറോപ്പ്. അത് മെയിനായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പോയിൻറ്റും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് എക്സാമിന് ചോദിച്ചതാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ചാപ്റ്ററിലെ പോയിന്റ്. ഇനി ഞാൻ പറയുന്ന കാര്യം, നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഓൾറെഡി കുറേ നോട്ട്സ് വേണം എന്നുള്ളത് പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഏകദേശം ഒരു 16-17 ക്വസ്റ്റ്യനോളം ഉണ്ട്. മാച്ച് ദ ഫോളോയിങ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. ബാക്കിയുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഞാൻ തരാം. കാരണം ഇത്രയും ക്ലാസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ ടെക്സ്റ്റിൽ അടയാളപ്പെടുത്തിയിട്ട് പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. ഞാൻ പറഞ്ഞു. പിന്നെ നോട്ട്സ് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഇപ്പം ഡിക്ലൈൻ ഓഫ് ഫ്യൂഡലിസം റീസൺസ്, അല്ലെങ്കിൽ വാട്ട് വെയർ ദ സർക്കംസ്റ്റൻസ് ദാറ്റ് ലെഡ് ടു ഡിക്ലൈൻ ഓഫ് ഫ്യൂഡലിസം, അതിപ്പോൾ ആ ഒരു പോയിൻറ്റ്സ് അത് അങ്ങനെ തന്നെ പഠിച്ചു വെച്ചിരുന്നാലും മതി. നിങ്ങൾക്ക് ജസ്റ്റ് അതൊരു സെൻറ്റൻസ് ആക്കി ഒന്ന് എഴുതാൻ അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ആ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ ഇച്ചിരി ഒരു എസ്സേ പോലെ വരുന്നത് കേട്ടോ. അത് നിങ്ങൾ ഈ ഒരു പോയിൻറ്റ്സ് തന്നെ എന്ത് ചെയ്താൽ മതി, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതിയാൽ മതി. അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ ഡിക്രീസ് ഡ്യൂ ടു ക്ലൈമാറ്റിക് ചേഞ്ച്, അത് അങ്ങനെ തന്നെ മതി. പിന്നെ ഫെമൈൻ്റെ കാര്യം, ഫ്രീക്വൻറ്റ് അല്ലെങ്കിൽ മിനി ഫെമൈൻസ് ഒക്കറൻസ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് യൂറോപ്പ്, അതൊരു റീസൺ ആയിട്ട് വേണമെങ്കിൽ എഴുതാം. പിന്നെ ബ്ലാക്ക് ഡെത്ത് റെഡ്യൂസ് ദ പോപ്പുലേഷൻ, ഹാഫ് ഓഫ് ദ പോപ്പുലേഷൻസ്. പിന്നെ ക്രൂസൈഡ്സ് റെഡ്യൂസ് ദ പവർ ഓഫ് ലോഡ്സ്. പിന്നെ കിങ്സ് മോണോപോളി ഓഫ് ഗൺ പൗഡർ എനേബിൾ ദ കിങ് ടു സപ്രസ് ഫ്യൂഡൽ ലോഡ്സ്. പിന്നെ ലാസ്റ്റ് പെസൻറ്റ് റിവോൾട്ടാണ്. മെനി പെസൻറ്റ് റിവോൾട്ട്സ് ആൻഡ് വാർസ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് യൂറോപ്പ് വീക്കൻഡ് അല്ലെങ്കിൽ റെഡ്യൂസ് ദ പവർ ഓഫ് ലോഡ്സ്. ഇറ്റ് ലെഡ് ടു ദ എമർജൻസ് ഓഫ് നേഷൻ സ്റ്റേറ്റ്. ആ 2 പോയിൻറ്റിനും കൂടെ ഒന്നിച്ച് നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ കേട്ടോ. എന്തായാലും ഞാൻ ക്വസ്റ്റ്യൻസ് ഒരു 16 ക്വസ്റ്റ്യൻസ് ഉടനെ തന്നെ ഇടാം. അപ്പോൾ ഈ ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നില്ല. ഈ 2 ടോപ്പിക്കും എസ്പെഷ്യലി ഡിക്ലൈൻ ഓഫ് ഫ്യൂഡലിസം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ.